പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. അതായത് 39-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. നോക്കൂ, എന്താണ് ഈ കടിഞ്ഞാൻ എന്ന് പറഞ്ഞാൽ? അതായത് കുതിരയെ നിയന്ത്രിക്കുവാൻ അതിൻ്റെ വായിൽ കുറുക്കെ ഇടുന്ന ഇരുമ്പ് കമ്പിയിൽ കെട്ടുന്ന വാറാണ്. ഹല്ലേലൂയ. നോക്കൂ, വായിക്ക് എന്തിനാണ് കടിഞ്ഞാണ് ഇട്ട് കാക്കേണ്ടത്? അതായത് നമ്മുടെ സംസാര ശൈലി, സംഭാഷണ രീതിയൊക്കെ അത് നിയന്ത്രിക്കുവാൻ വേണ്ടിയാണ്. നാം ഓരോ ദിവസവും എത്രമാത്രം വാക്കുകളാണ് പറയുന്നത്. നമ്മുടെ വാക്കുകൾ ഓരോ വ്യക്തികളെ അനുസരിച്ച് ശൈലി മാറ്റി സംസാരിക്കാറുണ്ട്. ഒരിക്കലെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ വാക്ക് മറ്റുള്ളവരെ മുറിക്കുന്നവയാണോ അതോ മുറിവ് കെട്ടുന്നവയാണോ? അവരവർ തന്നെ ചിന്തിക്കുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ഇന്നത്തെ കുറിവാക്യമായി പറഞ്ഞത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. നോക്കൂ, ആത്മീയ വർധനയ്ക്കായിട്ട് നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ പുറപ്പെടണം. ആകാത്തതൊന്നും മുറിപ്പെടുത്തുന്ന യാതൊരു വാക്കും, അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, ബന്ധം വേർപ്പെടുത്തുന്ന രീതിയിൽ, അകറ്റി നിർത്തുന്ന രീതിയിലുള്ള യാതൊരു വാക്കുകളും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഉണ്ടാകരുത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വാക്കുകളിൽ കൂടെയുള്ള മുറിവ് ഭേദമാകുവാൻ വളരെ പ്രയാസമാണ്. അത് നാളുകളായാലും അതിൽ നിന്ന് നമുക്ക് ഹല്ലേലൂയ മുക്തി നേടുവാൻ സ്വൽപ്പ പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവീൻ. ഹല്ലേലൂയ. നോക്കൂ, യേശുവിനെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളിൽ നിന്ന് ദുഷിച്ച വാക്കുകൾ വരുവാൻ പാടില്ല. അഥവാ വന്നാൽ അത് ദൈവനാമം ദുഷിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, ആത്മീയനായിട്ട് ഹല്ലേലൂയ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വേണ്ടാത്ത ദൈവഹിതമില്ലാത്തൊരു വാക്ക് പുറപ്പെടുമ്പോൾ അത് മറ്റുള്ളവർ അത് നോക്കിയിരിക്കും. ഹല്ലേലൂയ. അത് ഒരിക്കലും അത് മാറ്റിക്കളയാൻ പിന്നെ പറ്റില്ല. അവർ അതേ രീതിയിലായിരിക്കും നമ്മെ വാച്ച് ചെയ്യുന്നത്. പ്രിയ മക്കളെ, നമ്മുടെ വാക്കുകൾ ഓരോന്നും ആശ്വാസം പകർന്നു കൊടുക്കുന്നതായി തീരണം, കൃപ നൽകുന്നതായി തീരണം. കൃപയില്ലാതെ പറയുന്ന ഏതൊരു വാക്കും ആത്മീയമായും, അതായത് മനുഷ്യനെ തളർത്തിക്കളയുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ചില വാക്കുകൾ നമ്മുടെ ആത്മീയത്തിൽ തന്നെ മാറ്റിക്കളയുന്നതായിട്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിനങ്ങളിൽ നാം നമ്മെ തന്നെ നിയന്ത്രിക്കണം. കർത്താവിൻ്റെ സന്നിധി നമ്മൾ വാക്കുകൾ ഓരോന്നും ഉപയോഗിക്കുമ്പോൾ, ദൈവമേ, ഇത് എനിക്ക് ഹല്ലേലൂയ മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനുള്ളതാണോ അതോ ആശ്വാസം കൊടുക്കുവാനുള്ളതാണോ? നാം ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്ന് ആശ്വാസ വാക്കുകൾ പുറപ്പെടുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. കൃപയില്ലാതെ പറയുന്ന ഏതൊരു വാക്കും ആത്മീയ മനുഷ്യനെ തളർത്തിക്കളയും. കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 16-ൽ അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി
സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇങ്ങനെയാകണം. സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ നമ്മൾ ഹല്ലേലൂയ വചനങ്ങൾ ഓരോന്നും പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ ഓരോന്നും സങ്കീർത്തനത്തോടെ, ഹല്ലേലൂയ, ആത്മീയ ഗീതങ്ങളോടെ തമ്മിൽ പഠിപ്പിക്കുന്നതായി, ബുദ്ധി ഉപദേശിക്കുന്നതായി തീരണം. അതായത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതും ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ, അതായത് ഉയർത്തപ്പെടുന്നതുമായിരിക്കണം. യാക്കോബ് അപ്പോസ്തലൻ 3:2 പറയുന്നുണ്ട്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറയാം, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. പ്രിയ മക്കളെ, എങ്കിലും നാം നോക്കൂ, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് കാക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ വാക്കുകൾ ഓരോന്നും നാം അതായത് തെറ്റുകൂടാതെ ഹല്ലേലൂയ കർത്താവിൻ്റെ ഗീതമാവണ്ണം ഉപയോഗിക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ അധരത്തെ അപ്പൻ തന്നെ കാത്തുകൊള്ളണമേ എന്ന്. ഹല്ലേലൂയ. സങ്കീർത്തനം 34:13 വാക്യത്തിൽ പറയുന്നുണ്ട്, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന ഒന്നിനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹല്ലേലൂയ, നമ്മുടെ നാവിൽ നിന്ന് ഒരു വാക്ക് പോലും ഉണ്ടാകല്ല. ഹല്ലേലൂയ. നമ്മുടെ നോട്ടം ഓരോന്നും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ഹല്ലേലൂയ ആയിത്തീരണം. യേശുവപ്പച്ചൻ്റെ ഗീതമില്ലാത്തൊരു വാക്കും നമ്മിൽ നിന്ന് ഉച്ചരിപ്പാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ഇവിടെ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ഹല്ലേലൂയ. വ്യാജ വാക്കുകൾ പറഞ്ഞ്, വേണ്ടാതനങ്ങൾ പറഞ്ഞ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് ആശ്വാസം വരുത്തുന്ന വാക്കുകൾ നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-4 അധ്യായം 6 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്കെപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയിരിക്കുന്നു ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയത്, ഉപ്പിനാൽ രുചി വരുത്തിയത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു കറി ഉണ്ടാക്കി എങ്ങനെയൊക്കെ നന്നായിട്ടുണ്ടാക്കിയാലും അതിന് ഉപ്പില്ല എങ്കിൽ അത് രുചി ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകൾ ഹല്ലേലൂയ ഓരോന്നും രുചി വരുത്തുന്നതായി തീരണം. കർത്താവിൻ്റെ ഗീതമാവണ്ണം ദൈവഗീതത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കണം. യേശുവപ്പച്ചൻ്റെ സന്നിധി നമ്മൾ വ്യാജം പറയുന്നവരായിട്ടല്ല, മറ്റുള്ളവർക്ക് നമ്മൾ ദോഷമായി തീരുവാനല്ല, മുറിപ്പെടുത്തുന്നവരായി തീരുവാനല്ല. ഈ ദിവസങ്ങളിൽ കർത്താവേ, എൻ്റെ അധരത്തെ കാത്തുകൊള്ളണമേ, കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കായിത്തീരാം. അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ അവരവരവരെന്ന് ചിന്തിപ്പാൻ, ദൈവമേ, എന്നിലുള്ള കുറവുകൾ നീക്കിക്കളയണമേ. ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നിൽ നിന്നത് പൊറുക്കണമേ, എന്നിൽ നിന്നത് മാറ്റിക്കളയണമേ. ഞാൻ ഇനി ആർക്കൊരു ദോഷം പറയുവാൻ ഇടയാകരുതേ എന്ന് നമുക്ക് തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ ഹല്ലേലൂയ രൂപാന്തരം ഉണ്ടാകുവാൻ ഹല്ലേലൂയ സഹായിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. എൻ്റെ അപ്പ ഓരോ മക്കളെ നിയന്ത്രിക്കണം, കടിഞ്ഞാണിട്ട് കാക്കണം. കർത്താവേ, അവരവരെ തന്നെ സൂക്ഷിപ്പാൻ ഇടയാകണം. കർത്താവേ, കരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.